സംസ്ഥാനത്ത് വീണ്ടും കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിൽ ഇപ്പോൾ ഫ്ലെക്സ് യുദ്ധം വീണ്ടും തുടങ്ങുന്നു. ഫ്ലെക്സ് പോസ്റ്റർ യുദ്ധങ്ങൾ തുടരുന്നു എന്നത് തന്നെയാണ്. ഇന്നലെയാണ് VD സതീശന്റെ പോസ്റ്റർ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിരുന്നു. നാച്ചുറൽ ചോയ്സ് എന്ന പേരിൽ പോസ്റ്റർ വന്നിരുന്നു. ഇന്നലെ VD സതീശനെ അനുകൂലിച്ചുകൊണ്ട് പ്രകടനം നടക്കുകയും ചെയ്തു. അതേ സമയത്ത് തന്നെ KC വേണുഗോപാലിന്റെ ഫ്ലെക്സ് പ്രവർത്തകർ വലിച്ചു കീറുകയും ചെയ്തിരുന്നു. അതേ ഫ്ലെക്സിന് സമീപത്ത് തന്നെയാണ് ഇപ്പോൾ പുതിയൊരു ഫ്ലെക്സ് കൂടി എത്തിയിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയവർക്ക് മാപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പുതിയ ഫ്ലെക്സ് വന്നിട്ടുള്ളത്. നാച്ചുറൽ ചോയ്സ് എന്നതിന് പകരം ആർട്ടിഫിഷ്യൽ ചോയ്സ് എന്നും ആ ആർട്ടിഫിഷ്യൽ ചോയ്സിനെ കേരളം തിരിച്ചറിയുമെന്നും ആ ഫ്ലെക്സിൽ വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ VD സതീശനോട് എന്നതുപോലെ തന്നെ 3 ചോദ്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യത്തെ ചോദ്യത്തിൽ പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പിയ കേരളത്തിന്റെ ജനകീയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിനെ UDF സർക്കാരിനെ തീവെട്ടിക്കൊള്ളക്കാരുടെ സംഘം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് എന്നതാണ് ആദ്യത്തെ ചോദ്യം. 2021 തകർന്നെറിഞ്ഞ കോൺഗ്രസിനെ പ്രവർത്തകരിൽ നിന്നും ആവേശം നിറച്ച് ശക്തിപ്പെടുത്തിയ സുധാകരനെ KPCC പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും മാറ്റാൻ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കിയത് ആര് എന്നതാണ് രണ്ടാമത്തെ ചോദ്യം. കോൺഗ്രസ് ഹൈക്കമാൻഡിനെ വെല്ലുവിളിക്കാൻ ജില്ലകൾ തോറും കൂലിപ്പട്ടാളത്തെ ഇറക്കി പ്രകടനം നടത്തിയത് ആര് എന്നീ 3 ചോദ്യങ്ങളാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ കോടികൾ മുടക്കി കൃത്രിമ ബുദ്ധിയാൽ പൊതുബോധമുണ്ടാക്കാമെന്ന വെറും വ്യാമോഹം മാത്രമാണ് എന്നും ഈ ഫ്ലെക്സിൽ വ്യക്തമാക്കുന്നു. ഉമ്മൻചാണ്ടിയുടെ വലിയ ചിത്രത്തോടു കൂടിയാണ് ഈ ഫ്ലെക്സ് ഉള്ളത്. അതേ സമയത്ത് തന്നെ VD സതീശന്റെ നാച്ചുറൽ ചോയ്സ് എന്ന് പറയുന്ന ആ ഫ്ലെക്സിലും ഈ ഒരു പോസ്റ്റർ പതിച്ചിട്ടുണ്ട്. കൂലിക്കിറക്കിയ ആളിനെ കൊണ്ട് ഞങ്ങൾ പേടിച്ചുപോയി എന്ന് പറഞ്ഞേക്ക് എന്നാണ് ഈ പോസ്റ്ററിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ VD സതീശനെതിരായുള്ള ഫ്ലെക്സും അതുപോലെ തന്നെ പോസ്റ്ററുമാണ് ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിലെ ഇടം നേടിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നാച്ചുറൽ ചോയ്സ് എന്ന് കാണിച്ചുകൊണ്ട് VD സതീശന്റെ വലിയൊരു ഫ്ലെക്സ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വന്നിരുന്നു. ആ ഫ്ലെക്സിലാണ് കൂലിക്കിറക്കിയ ആളിനെ കണ്ട് ഞങ്ങൾ പേടിച്ചുപോയി എന്ന് പറഞ്ഞേക്ക് എന്നത് സംബന്ധിച്ച പോസ്റ്റർ ഉള്ളത് എന്നതും ശ്രദ്ധേയമാണ്. എന്ത് തന്നെയായാലും ഫ്ലെക്സ് പോസ്റ്റർ യുദ്ധങ്ങൾ വളരെ സജീവമായി തന്നെ തുടരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. അതേ സമയത്ത് തന്നെ ഡൽഹിയിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ആര് മുഖ്യമന്ത്രിയാകണം എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ. ഈ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് കഴിഞ്ഞ ദിവസം VD സതീശന് അനുകൂലമായി സംസ്ഥാനത്തുടനീളം വിവിധ ജില്ലകളിലായി പ്രകടനങ്ങൾ നടക്കുകയും ചെയ്തത്. ആ പ്രകടനത്തിന് ശേഷമാണ് ഇത്തരത്തിൽ കൂലിക്കിറക്കിയ ആളെ കണ്ട് ഞങ്ങൾ പേടിച്ചുപോയി എന്ന പോസ്റ്റർ കൂടി ഇടം നേടിയിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. എന്തുതന്നെയായാലും ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിൽ ഈ നേതാക്കളുടെ അണികൾക്കിടയിൽ അല്ലെ ആളുകൾക്കിടയിൽ ഇത്തരത്തിൽ പോസ്റ്റർ യുദ്ധവും തുടരുകയാണ്. അത് ഏറെ നമുക്കറിയാം ഈ സർക്കാർ വലിയൊരു വിജയമാണ് UDFന് ജനങ്ങൾ നൽകിയത്. ആ വിജയത്തിൻ്റെ ഭംഗി കുറയ്ക്കുന്ന തരത്തിലാണ് ഇപ്പോൾ പ്രവർത്തകർക്കിടയിൽ നിന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഉണ്ടാകുന്നത്. ഗ്രൂപ്പ് തിരിഞ്ഞുള്ള ഒരു പരസ്പര പോര് അത് തുടരുക തന്നെയാണ് എന്നതാണ് ശരി.